കൊള്ളാം, കൊള്ളാം, കുഴപ്പമില്ല, നന്നായിരുന്നു. എങ്ങനെ നന്നായി, സൂപ്പറായിരുന്നു. ലാൽസല ഹാപ്പി വിഷു സൂപ്പറായിട്ടുണ്ട്. പടമെന്ന് വെച്ചാൽ പഴയ EMSൻ്റെ കാലഘട്ടത്തെ ഒരു പൊളിറ്റിക്കലാണ് കാണിക്കുന്നത്, കലാപവും അതായിട്ട്. സഖാവ് കൃഷ്ണപിള്ളയാണ് സാക്ഷാൽ ടോവിനോ. അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ ജാക്സ് വിജയ് പറയണ്ടല്ലോ, അങ്ങ് കത്തിച്ചങ്ങ് ഒരു സൈഡിൽ കൂടി അങ്ങ് വിട്ടിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് വന്ന് തൂക്കി വിട്ടിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്, അടിപൊളി സിനിമയായിരുന്നു. ടൊവിനോയുടെ എൻട്രി കൊള്ളാം. അതേപോലെ തന്നെ ക്യാമിയോ നല്ല അടിപൊളി ക്യാമിയോ ആണ്. ഇതിന് സെക്കൻഡ് പാർട്ടിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല രസമുണ്ടായിരുന്നു, മൂവി കാണാൻ അടിപൊളിയായിരുന്നു. നമ്മുടെ ബാക്കിലോട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് ആലോചിക്കുമ്പോഴത്തേക്കും നല്ല സങ്കടമൊക്കെ വരും. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ പോലും അവരുടെയൊക്കെ സ്ട്രഗിൾസ് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ മൂവി അടിപൊളിയായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി ഒക്കെ ഉണ്ട്. അത് ആരാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി സൂപ്പറായിരുന്നു. അതാണ് സൂപ്പറായിരുന്നത് മൂവി. കുറേ അതിലുണ്ട്, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ചോര ഓട്ടോമാറ്റിക്കായിട്ട് തിളച്ച് പോകും. ആ ഒരു ഓരോരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും ചോര തിളച്ച് പോകും. നല്ല അടിപൊളി സിനിമയായിരുന്നു, നല്ല മൂവി തന്നെയായിരുന്നു. പടം ഓൺ ടൈം വാച്ചബിളാണ്. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാസമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ. ഒരു പഴയ ടൈപ്പ് എടുത്ത് ആ ഒരു ലാഗ്, പടി 2 മണിക്കൂർ ഉള്ളതുകൊണ്ട് നമുക്ക് ലാഗ് അറിയത്തില്ല. എന്നാലും ഓൺ ടൈം വാച്ചബിളാണ്. എടുത്ത് പറയുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം അടിപൊളിയായിട്ടുള്ളൂ. പിന്നെ ആക്ഷൻ സീക്വൻസ്, പിന്നെ പൃഥ്വിരാജ് ഉള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള, നേരത്തെ എല്ലാവർക്കും അറിയാം പൃഥ്വിരാജാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സസ്പെൻസ് ഇതില്ല.